സ്കോട്ട്ലാൻഡിൽ വന്ന് 2 വർഷത്തിന് ശേഷം ഞാനിതാ ലണ്ടൻ കാണാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ കുറേ ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി ഇറങ്ങി കയറിയതിന് ശേഷം ഞാനിതാ ലണ്ടൻ ബ്രിഡ്ജിൻ്റെ അരികത്തെത്തിയിട്ടാണുള്ളത്. അപ്പോൾ ഈ പാലത്തിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ വല്ലാത്തൊരു അനുഭൂതിയാണ്. അതൊരിക്കലും പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റില്ല. അത് കണ്ടും മനസ്സിലാക്കി തന്നെ അറിയണം. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ആളെത്തി. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. സ്ട്രീറ്റ് ഫുഡിൽ നിന്ന് എന്തൊക്കെയോ ഞങ്ങൾ വാങ്ങിക്കഴിച്ചു. അങ്ങനെ നേരെ റൂമിലേക്ക് എത്തി സെറ്റിലായി. ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് ഈ നടന്നു പോകുന്നവൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ആൾ കുറച്ച് കളിയും കുസൃതിയൊക്കെയാണ്. അങ്ങനെ കേക്ക് മുറിച്ചു. ഞങ്ങൾ ബാല്യകാല സുഹൃത്തുക്കൾ ഒരുമിച്ചിരുന്ന് ഫോട്ടോ എടുത്തു. എന്തായാലും വന്നതല്ലേ എന്ന് വിചാരിച്ച് ഞാനൊന്ന് സജീവമാകാൻ ശ്രമിച്ചു. ഇത് കണ്ട് റോമൻ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ഒരു കാര്യമില്ലാതെ കർട്ടനൊക്കെ മാറ്റി പുറത്തേക്കൊക്കെ നോക്കി. വാവ്, അടിപൊളി. കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി. ഒരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഒരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും ലണ്ടൻ്റെ തെരുവീതിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ലണ്ടൻ ഐ ആണിത് ഈ കാണുന്നത്. അങ്ങനെ ഒരുപാട് കാഴ്ചകൾ അവിടെ ഉണ്ടായിരുന്നു. നല്ല ഒത്തടങ്ങിയ ഒരു ചാർലി ചാപ്ലിനെ കാണാൻ പറ്റി. വലിയൊരു സന്തോഷമായി ചാർലി ചാപ്ലിനെ കണ്ടപ്പോൾ. വേറെയും ഒരുപാട് പരിപാടികളുണ്ടായിരുന്നു. ഞങ്ങൾക്ക് നല്ല വിശപ്പായതുകൊണ്ട് സെൻട്രൽ ലണ്ടനിലെ ആര്യഭവനിൽ കയറി മസാല ദോശയും ഗോബി മഞ്ചൂരിയൊക്കെ കഴിച്ച് നേരെ വീണ്ടും പുറത്തിറങ്ങി. നാഷണൽ ഗാലറിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ വിൻ്റർ ആയതുകൊണ്ട് തന്നെ എത്രയും നേരത്തെ ഇരുടാവും. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സ്കോട്ട്ലാൻഡിലേക്ക് തിരിച്ചു.